പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു വർക്കാണ്, കുറേ നാളുടെ ആഗ്രഹമുള്ള ഒരു വർക്കാണ്, നെറ്റിപ്പൊട്ടത്തിൻ്റെ വർക്കാണ്. ഇതിൻ്റെ കോസ്മെറ്റിക് സാധനങ്ങളാണ്. 12 ഇഞ്ച് നീളവും 10 ഇഞ്ച് വീതിയുമാണ്. ഒരു ഫിറ്റിൻ്റെ നെറ്റിപ്പൊട്ടാണ് ഇവിടെ തയ്യാറാക്കുന്നത്. അങ്ങനെ എല്ലാം കട്ടാക്കിയതിന് ശേഷം ആദ്യം ഗണപതി ഭഗവാനെയാണ് നമ്മൾ വെക്കുന്നത്. ഗണപതിയെ മനസ്സിൽ ധ്യാനിച്ച് ഭഗവാനെ അതിലേക്ക് സമർപ്പിച്ച് പിന്നെ നവഗ്രഹങ്ങളാണ് വെക്കേണ്ടത്. നവഗ്രഹങ്ങൾ വെച്ചതിന് ശേഷം നമുക്ക് പാർവതി ദേവി, ലക്ഷ്മി ദേവി, സരസ്വതി ദേവിയാണ് വെക്കേണ്ടത്. പിന്നെ നിങ്ങളെല്ലാവരുടെ സപ്പോർട്ട് കൊണ്ട് എനിക്ക് 1K ആയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷമായിട്ടുണ്ട്. എല്ലാവരും ഇനി എന്നെ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതേ. അതുകൊണ്ട് എല്ലാവർക്കും ഞാനൊരു വലിയ താങ്ക്സ് പറയുന്നു. ഇനി എന്നെ സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മൾ ലക്ഷ്മി ദേവി, സരസ്വതി ദേവിനെ ചെയ്തതിന് ശേഷം നമുക്ക് ഇനി ചെയ്യേണ്ടത് നമ്മുടെ നവഗ്രഹങ്ങളും അഷ്ടാംഗവുമാണ് ചെയ്യേണ്ടത്. പിന്നെ ഉള്ളത് നമ്മുടെ ചന്ദ്രക്കല. ചെറിയ നെറ്റിപ്പട്ടായതുകൊണ്ട് 3 ചന്ദ്രക്കലയാണ്, 3 നവഗ്രഹം, 3 അഷ്ടാംഗമാണ് ഞാൻ ചെയ്തത്. 3, 5, 7 അങ്ങനെയാണ് നമ്മുടെ ഹൈറ്റ് അനുസരിച്ച് ചെയ്യേണ്ടത്. ഇത് നമ്മുടെ നവഗ്രഹം, ഇപ്പം അഷ്ടാംഗം അങ്ങനെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ അതൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ എങ്ങനെ നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരത്തിൽ നമുക്ക് നെറ്റിപ്പൊട്ട വർക്ക് ചെയ്യാം. ഇനി ചെയ്യേണ്ടത് അരങ്ങാണ്. അരങ്ങിന് ഞാൻ നടുവിൽ 5 അരങ്ങിൻ്റെ ചോപ്പ് ഡിസൈനാണ് കൊടുത്തത്. നമ്മുടെ ഗണപതി ഭഗവാന്റെ താഴെയാണ് അത് ഒട്ടിക്കേണ്ടത്. പിന്നെ ഉള്ളത് 2 കളറാണ് ഒട്ടിച്ചത്. അങ്ങനെ ആക്കിയതിന് ശേഷം നടുവിൽ ചുവപ്പ് കണ്ടോ, അതാണ് നമ്മുടെ ഗണപതി ഭഗവാന്റെ താഴത്തേക്ക് ഒട്ടിച്ച് കൊടുക്കുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മേലെ കാണുന്ന റെഡില്ലേ, അതിൻ്റെ മേലെ ഒരു ബോഡി വെച്ച് ബോഡിനെ കവർ ചെയ്ത് അത് നമ്മുടെ മതിലിലേക്ക് തൂക്കാൻ വേണ്ടിയുള്ള ഓൾസ് ആക്കേണ്ട ഭാഗമാണത്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കുഞ്ചലം റെഡിയാക്കേണ്ടത്. കുഞ്ചലത്തിൻ്റെ വീഡിയോ ഇവിടെ സ്കിപ്പായിപ്പോയി, അതുകൊണ്ടാണ് കേട്ടോ കുഞ്ചലം റെഡിയാക്കേണ്ടത്. പിന്നെ നമ്മൾ ഇതിന് വൂൾനൂല് ഉപയോഗിക്കുമ്പോൾ ഒരിക്കലും ബ്ലാക്ക് കളറുള്ള വൂൾനൂല് നമ്മുടെ നെറ്റിപ്പട്ടത്തിന് ഉപയോഗിക്കരുത്. വൈറ്റ് ഇങ്ങനത്തെ പല കളർ ഉപയോഗിക്കുന്നത് നല്ലത്, ബ്ലാക്ക് ഒരിക്കലും ഉപയോഗിക്കരുത്. അങ്ങനെ നമ്മുടെ അരങ്ങ് ഏകദേശം പൂർത്തിയായി. ഇനിയിപ്പം മേലെ ബോർഡ് വെക്കേണ്ടതാണ്. എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇനി എന്നെ സപ്പോർട്ട് ചെയ്യണേ. എനിക്ക് 1K ആക്കി തന്ന എല്ലാവർക്കും വലിയൊരു താങ്ക്സ് പറയുന്നു. കുറേ നാളുകളായി 1K ആകാനൊരു മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അതും സാധിച്ചു. നെറ്റിപ്പട്ടം കുറേ നാളുകളായി ഇങ്ങനെ മനസ്സിൽ ചെയ്യണം. പക്ഷെ ഇതുവരെ എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. ഈ നമ്മുടെ നവരാത്രി ദിവസം തന്നെ എനിക്ക് ചെയ്യാൻ പറ്റിയതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. എല്ലാവരും എൻ്റെ നെറ്റിപ്പട്ടം ഇഷ്ടമായെങ്കിൽ ഒരു ആർട്ട് തരാൻ മറന്നു പോകരുതേ. ഇത് ചെയ്യാൻ ഞാനും മാത്രമല്ല, ഞാനും എൻ്റെ മോളും എൻ്റെ മോനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഉച്ചക്ക് ചെയ്യാൻ തുടങ്ങിയത് 7 മണിയാകുമ്പോഴത്തേക്ക് കഴിഞ്ഞു. നമ്മുടെ വീട്ടിൻ്റെ മുൻഭാഗത്ത് തൂക്കുകയും ചെയ്തു. അതിലൊരു ഭാഗ്യം കൊണ്ടാണ് ഞാൻ വിചാരിക്കുന്നു. ഇതേപോലെ ഇനിയൊരു നെറ്റിപ്പൊട്ടം ചെയ്യാനുള്ള അവസരം എനിക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ മനസ്സിൽ കരുതുന്നു.